ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ രജനീകാന്തിന്റെയും കമൽഹാസന്റെയും പുതിയ സിനിമ വരുന്നുണ്ട്. യെസ്, മാസങ്ങൾക്ക് മുമ്പ് രജനീകാന്തിന്റെയും കമൽഹാസന്റെ ഒരു അനൗൺസ്മെന്റ് കണ്ടു. ബട്ട് ഞാനത് അത്ര ഹൈപ്ഡ് അല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൽ കമൽഹാസൻ പ്രൊഡ്യൂസറും രജനീകാന്ത് അഭിനയിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ ഫസ്റ്റ് ലോകേഷ് ആയിരുന്നു ഡയറക്ടറായിട്ട് വന്നത്. അത് ഡ്രോപ്പ് ഔട്ട് ആയി. പിന്നെ സുന്ദർ സി വന്നു, നമ്മുടെ ആമ്പിള്ളെ നമ്മുടെ വിശാലിലൊക്കെ പടം എടുത്ത് അന്നാമലെ പ്രേതത്തിന്റെ പടങ്ങളൊക്കെ എടുക്കുന്ന ഡയറക്ടർ. പുള്ളി ഡ്രോപ്പ് ഔട്ട് ആയി. പിന്നെ വന്നതാണ് സിബി ചക്രവർത്തി, നമ്മുടെ ശിവകാർത്തികന്റെ ഡോൺ സിനിമയിലെ ഡയറക്ടർ. ആൻഡ് അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ റിലീസ് ആയിട്ടുണ്ട്. ആൻഡ് ടൈറ്റിൽ റിലീസ് ആയിട്ടുണ്ട്. ആൻഡ് അത് അത്യാവശ്യം വൈറലായിട്ട് ആ വീഡിയോ. അതിലെ ബീജിയം ഓഫ്കോഴ്സ് അനിരുദ്ധ്. ആൻഡ് പിന്നെ എങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇന്നലെ ഞാൻ ഇരിക്കുമ്പോൾ ഒരു പോസ്റ്റർ അങ്ങോട്ട് ഇറക്കി വിട്ട് രജനീകാന്ത് കമൽഹാസൻ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരികയാണ്. ആൻഡ് നെൽസൺ ആണ് ഡയറക്ടർ. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഞാൻ ഭയങ്കര ഹൈപ്ഡ് ആണ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നെൽസന്റെയും അനിരുദ്ധിന്റെയും കോംബോ. അവര് ഏത് സിനിമ എടുക്കുകയാണെങ്കിലും ഒരു പ്രോമോ വീഡിയോ റിലീസ് ചെയ്യും. ഫസ്റ്റ് ഡോണിൽ ഞാൻ കണ്ടു, പിന്നെ ജയിലറിൽ കണ്ടു, പിന്നെ നമ്മൾ ബീസ്റ്റിൽ കണ്ടു. അതൊക്കെ കണ്ടില്ലേ, പോയി കാണുക മക്കളെ, അടിപൊളിയാണ്. സോ നമുക്ക് ഇന്ന് അവരൊരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ ഗായ്സ്, തമ്പി വാഴ്ത്തുക്കൾ 3, 2, 1 ബും. ഇതാണ് പ്രൊമോഷൻ. ഇങ്ങനെ വേണം പ്രൊമോഷൻ ചെയ്യാൻ. നമ്മൾ മലയാള ഇൻഡസ്ട്രി ഇത് കണ്ടുപഠിക്കണം. ഒരു സിനിമയുടെ ഹൈപ്പ് കയറ്റാൻ ജസ്റ്റ് ഒരു പ്രോമോ പോലത്തെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇറക്കിയാൽ മതി. ആൻഡ് ദിസ് ഇസ് ഫൺ ആൻഡ് വെരി ഫൺ. അറിയാം, നെൽസൺ ആണ് പരിപാടി പിടിച്ചിരിക്കുന്നത്. പുള്ളിനെ ആയിരിക്കും ഇതൊക്കെ സെറ്റപ്പ് ആക്കിണ്ടാവുക. ആൻഡ് രജനീകാന്ത് കമൽഹാസൻ കോംബോ. രജനീകാന്ത് ആണെങ്കിൽ സ്റ്റൈലിഷ്, കമൽഹാസൻ നമുക്ക് അറിയാലോ, വെർസറ്റൈൽ ആക്ടർ. ഇവരൊരു കോംബോ തിരിച്ചു വരുന്നത് തന്നെ. എത്ര പടമല്ലേ വരാൻ പോണത്? രജനീകാന്തിന്റെ ജയിലർ, പിന്നെ ഈ പടം, പിന്നെ അതിന്റെ മുമ്പ് ഒരു സിബി ചക്രവർത്തിന്റെ കൂടെ ഒരു പടം. ഓ, എത്ര വയസ്സായി പുള്ളിക്ക്! പുള്ളി ഇങ്ങനെ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. പുള്ളി പിന്നെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. പുള്ളി എന്നെ പറയാറുണ്ട്, 6 മണിക്ക് ശേഷം പുള്ളി ഭക്ഷണം കഴിക്കാറില്ല. കമൽഹാസൻ അറിയണം, വിക്രത്തിന് ശേഷം പുള്ളിന്റെ ഒരു നല്ലൊരു പടം ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഇന്ത്യൻ ടൂവിന്റെ ഒക്കെ അവസ്ഥ അറിയാലോ, കം ബാക്ക് ഇന്ത്യ. ആൻഡ് ഇതൊരു കിടിലൻ വീഡിയോ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ എന്നെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.